ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളുത്തുള്ളി, വലിയുള്ളി, വെണ്ടക്ക, കിഴങ്ങ്, ക്യാരറ്റ്, പയറ്, മത്തൻ, കോണ് എന്നിവയാണ് എടുത്തിരിക്കുന്നത്. എല്ലാ വെജിറ്റബിൾസും ഞാൻ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഏത് തരത്തിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിത് അവിടെ സ്റ്റവൊക്കെ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊക്കെ ഒന്ന് വറ്റി വന്നോട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ പാത്രത്തിലുള്ള വെള്ളമൊക്കെ അതാ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യൊക്കെ ഇതാ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളിയാണ്. ഉള്ളി എണ്ണയിൽ നിന്ന് കുറച്ചൊന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇതാ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺ ചേർക്കാൻ മറന്നുപോയി, അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ സൂപ്പ് തയ്യാറാക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സോയാ സോസാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ. ഒരു ചിക്കൻ സ്റ്റോക്കിൻ്റെ പകുതിയാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് മൊത്തത്തിൽ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം ഞാനിതാ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇതൊന്ന് തുറന്ന് നോക്കാം. സോപ്പ് ഇതാ നല്ലപോലെ തിളച്ച് മറിയുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് വേവായിട്ടില്ല. ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. നേരത്തെ പോലെ തന്നെ മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതൊന്നൊരു തിക്കായിട്ട് വരും കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ സാധാരണ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയല്ലേ ഇത്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സൂപ്പിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.